ഹലോ ഗൈസ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പീരിയൻസിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് നോമ്പിനെടുത്ത വീഡിയോ ആണ്. പിന്നെ മടി കാരണം എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ട് അങ്ങനെ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ദിവസത്തിനായിട്ട് തിരുവനന്തപുരം പോയി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ച് നാട്ടിലെത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് രാത്രി തന്നെ തിരിച്ച് നാട്ടിലെത്താൻ പറ്റിയ ഏത് ട്രെയിനുള്ളതെന്ന് നോക്കിയപ്പോഴാണ് വന്ദേ ഭാരത് കണ്ടത്. എന്നാൽ പിന്നെ അതിന് പോകാൻ വിചാരിച്ച് അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾ വന്ദേ ഭാരത് കയറി. സംഭവം ഞങ്ങളത് തത്കാൽ ടിക്കറ്റ് ചെയ്യുന്നത്. 10 മണിക്കുള്ള തത്കാൽ ബുക്കിംഗ് ഞങ്ങൾ 10:05 വന്ദേ ഭാരതിന് പോകാൻ തന്നെ തീരുമാനിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രിഫേർഡ് സീറ്റൊന്നും കിട്ടിയില്ല. ഞാൻ വിൻഡോ സീറ്റും സൽമാൻ അപ്പുറത്തുള്ള രീതിയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്രിഫറൻസ് കൊടുത്ത്. ഷിൻ്റെ സീറ്റ് ഇതവിടെയും സൽമാൻ്റെ എൻ്റെ മുന്നത്തെ സീറ്റുമായി രണ്ടാൾക്കും വിൻഡോ സീറ്റ് കിട്ടിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഓരോ സീറ്റിലും ഒരു ന്യൂസ് പേപ്പറും ഒരു ചെറിയ മിനറൽ വാട്ടർ ബോട്ടിലും പ്രൊവൈഡഡ് ആയിരുന്നു കേട്ടോ. ട്രിവാൻഡ്രം മുതൽ മാംഗ്ലൂർ വരെ പോകുന്ന തിരൂർ സ്റ്റോപ്പുള്ള 20632 എന്ന് പറഞ്ഞ ട്രെയിനിലാണ് നമ്മൾ കയറിയത്. 4:05 ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കുക. കറക്റ്റ് 4:05 ആയപ്പോൾ തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളത് ചെയർ കാർ കോച്ചായിരുന്നു. അപ്പോൾ അതിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ സീറ്റ് ഒന്ന് പുഷ് ബാക്ക് ചെയ്തിട്ട് ചാരി അങ്ങ് ഇരുന്ന്. പിന്നെ ഉള്ളത് നമ്മുടെ സ്ക്രീന്, ബാക്കിലും ഫ്രണ്ടിലും ഓരോ സ്ക്രീൻ ഉണ്ട്. അതിൽ നമുക്ക് അടുത്ത സ്റ്റേഷൻ ഏതാണെന്നുള്ളതും അതുപോലെ ട്രെയിൻ എത്ര km/h പോകണമെന്നുള്ളതും അടുത്ത സ്റ്റോപ്പ് എത്ര കിലോമീറ്റർ അപ്പുറത്താണെന്നുള്ളതും പിന്നെ ഡേറ്റ് ടൈം അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ ട്രെയിനിലുള്ള പോലെ തന്നെ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടേക്കാനുള്ള അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു ബോട്ടിൽ ഹോൾഡറും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ആകെ തരുന്നത് ചാർജിങ് പോയിൻ്റ് ആയിരുന്നു. ഞാൻ കുറേ നോക്കി, സൈഡിലും മേലെയും സീറ്റിൻ്റെ ബാക്കിലും എല്ലായിടത്തും നോക്കി, എവിടെയും കാണുന്നില്ല. പിന്നെയാണ് അറിഞ്ഞത് നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിലാണ് ചാർജിങ് പോയിൻ്റ് ഉള്ളതെന്നുള്ളത്. അങ്ങനെ ഒരു 4:15 അവർ നമുക്ക് സ്നാക്ക് കൊടുത്തു തന്നിട്ടാ. അപ്പോൾ എനിക്ക് നോമ്പായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അത് അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലൊരു മസാല ചായൻ്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു, പാക്കറ്റും കൂടി. അപ്പോൾ അവർ നമുക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി ചൂടുവെള്ളം കൊടുത്തു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചൂടാറിപ്പോവില്ലേ നോമ്പറക്കാനാകുമ്പോഴേക്കിനും, അപ്പോൾ എനിക്ക് 6:30 കൊടുത്തു തന്നാൽ മതി, കൊണ്ടുപോയിക്കോളി തന്നെ. അങ്ങനെ ഇത് 6:30 അവർക്ക് വീണ്ടും സാധനം കൊടുത്തു തന്നു, ചൂടുവെള്ളം കൊടുത്തു തന്നു. പിന്നെ അതുപോലെ നേരത്തെ ഞാൻ കൊടുത്തയച്ച സ്നാക്ക് എനിക്ക് തിരിച്ചു കൊടുത്തു തന്നു. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം പിന്നെ അതുപോലെ ചായ ഉണ്ടാക്കാനായിട്ടുള്ള ചായപ്പൊടിയും പിന്നെ അത് നമുക്കിട്ട് ഇളക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു, ഒരു ചെറിയൊരു സ്റ്റിക്ക് പോലെ. പിന്നെ ഒരു ക്രീം ബന്ന്, പിന്നെ ഒരു കടലമുട്ടായി, പിന്നെ ചിപ്സ്, പിന്നെ ഒരു സ്നാക്ക് കടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഉഴുന്നുവടയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, ആദ്യം തന്നെ ഇരുന്ന് ചായ ഉണ്ടാക്കാൻ തുടങ്ങി. ചായ എന്നിട്ട് ഉണ്ടാക്കി അവിടെ വെച്ച്. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ 6:30 കൊടുത്തു തന്നെ നമ്മളെന്തായാലും നമുക്ക് ബാങ്ക് കേൾക്കില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ടൈം ഒരു 6:40 ആകുമ്പോൾ നോമ്പ് ഇറക്കാന്നുള്ളതിലാണ് ഞാനൊക്കെ റെഡിയാക്കി വെക്കാൻ വിചാരിച്ചൊരു ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അതിൽ നമുക്ക് അവർ അതിൻ്റെ കൂടെ ഒരു ക്ലെൻസിങ് വൈപ്സും കൂടി തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കടലമുട്ടായി, പിന്നെ ഇതാണ് ആ ഒരു ചിപ്സ് വരുന്നത്. പിന്നെ ഒരു 6:45 ഞാൻ വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പായിരുന്നു. നമ്മൾ നോമ്പറക്കാൻ വേറെ സാധനമൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ വന്ദേ ഭാരത് കയറാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ നോക്കി വെച്ചിരുന്നു എന്തൊക്കെ അതിൽ കിട്ടും എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം കുടിച്ചതിന് ശേഷം ആ ക്രീം ബന്നും പിന്നെ ഉഴുന്നുവടയും കഴിച്ച. അപ്പോഴേക്കും ഉണ്ടോ ഇരുട്ടായി തുടങ്ങി, ഇതൊക്കെ ആയി. പിന്നെ ഞാൻ ആ ചിപ്സ്, ഇതാണ് ആ ചിപ്സ് വരുന്നത്, പൊരിയും പിന്നെ ഫ്ലേക്സും എന്തൊക്കെയോ പിന്നെ അങ്ങനത്തെ ഒക്കെ കൂടിയുള്ളൊരു കോമ്പിനേഷൻ സാധനമായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ അത് ഈ ഉഴുന്നുവട ഇതും കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ ചായ കുടിച്ചു, അതുപോലെ നമ്മുടെ കടലമുട്ടായും തിന്നു, പിന്നെ നമ്മുടെ ആ ചിപ്സും തിന്നു. പിന്നെ അവരേതായാലും തന്നതല്ലേ ക്ലെൻസിങ് വൈപ്സ്, എന്നാൽ പിന്നെ അത് വെറുതെ ആക്കണ്ട, ഓക്കെ അത് നമുക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെടുത്ത് മുഖമൊക്കെ അങ്ങ് തുടച്ചു, കൈയും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കി അങ്ങ് വെച്ച്. ഒരു 7:15 ആയപ്പോൾ അവർ നമുക്ക് ഡിന്നർ കൊടുന്നു തന്നിട്ടാ. അപ്പോൾ എനിക്ക് അപ്പം തന്നെ വിശക്കണില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ തന്നെ വെച്ച്. എന്നിട്ട് പിന്നെ കുറച്ച് നേരം പോയിട്ട് സൽമാനൊക്കെ പോയി വെറുപ്പിച്ച് കുറച്ച് നേരം അവനായിട്ട് വർത്താനം പറഞ്ഞു തന്നു. പിന്നെ അവൻ കുറച്ച് നേരം പോകാൻ പറഞ്ഞ് എനിക്ക് വിശക്കുണ്ടോ തിന്നോട്ടെ എന്ന് വെച്ചപ്പോൾ തിന്നാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഞാനും പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയി കൈയൊക്കെ ഇട്ട് വരാം. പിന്നെ വന്ദേ ഭാരതിൽ ഒരുവിധം ഡോർസൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ഡോർസാണ് കേട്ടോ. അപ്പോൾ കണ്ട ആ ഡോറിന് ഇന്ന സെൻസ് ചെയ്തപ്പോൾ തന്നെ ഡോർ അങ്ങ് തുറന്ന്. പിന്നെ മാനുവലി തുറക്കുന്നതാകെ ടോയ്ലറ്റിൻ്റെ ഡോർ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ സാധാരണ നമ്മൾ ട്രെയിനിലൊക്കെ നമുക്ക് വാഷ് ബേസിന് പുറത്തൊരു വാഷ് ബേസിൻ ഉണ്ടാവുമല്ലോ, വന്ദേ ഭാരതിൽ അതില്ല, നമുക്ക് ടോയ്ലറ്റിനകത്തുള്ള വാഷ് ബേസിൻ മാത്രമേ ഉള്ളൂ.
പിന്നെ ടോയ്ലറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റായിരുന്നേ. ഓരോരുത്തർ ടോയ്ലറ്റ് യൂസ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാലും പുറത്തൊരു ക്ലീനിങ് ചേട്ടൻ ഉണ്ടായിരുന്നു, മൂപ്പർ അത് ക്ലീൻ ആക്കണുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറിയത് ഇപ്പോൾ യൂറോപ്യനിലായിരുന്നു. പിന്നെ കൈ കഴുകുന്നിടത്തൊരു ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് ഡ്രയറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡിന്നർ സാപ്പിടാം. നമുക്കുണ്ടായിരുന്നത് പ്ലെയിൻ റൈസ് ഉണ്ടായിരുന്നു, അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി ഉണ്ടായിരുന്നു, പിന്നെ 3 ചപ്പാത്തി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, തൈര് ഉണ്ടായിരുന്നു, ദാൽ കറി ഉണ്ടായിരുന്നു, പിന്നെ ഡെസേർട്ടായിട്ട് നമുക്ക് ഐസ്ക്രീമും പിന്നെ അത് കഴിക്കാൻ ഒരു സ്പൂണും ഉണ്ടായിരുന്നു. നമ്മൾ നോൺ വെജ് ആണ് ചൂസ് ചെയ്തത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കേട്ടോ, അതുകൊണ്ടായിരിക്കും നമുക്ക് ചിക്കൻ കറി. അല്ലാത്തവർക്ക് പനീറാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് ഫുഡ് ഇൻക്ലൂഡ് അല്ലാതെയും ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് തോന്നുന്നത്, കാരണം അവർ സീറ്റ് നമ്പർ വെച്ചിട്ടാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനൊരു ഐസ്ക്രീം പേഴ്സൺ അല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ഞാൻ ഐസ്ക്രീം കൊടുത്തിട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ്. അപ്പോഴേക്കും അടുത്ത സ്റ്റോപ്പ് തിരൂരിൽ നിന്ന് അവിടെ എഴുതി കാണിക്കണുണ്ടായിരുന്നു. ശരിക്കും തിരൂർ റൈറ്റ് ടൈം 9:02. നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു തിരൂർ എത്തിയപ്പോഴേക്ക്. നമുക്ക് തിരൂർ ഇറങ്ങാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഡോറിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല എല്ലാ ഡോറും ഓട്ടോമാറ്റിക് ആണ്. ഇപ്പോൾ ഈ ഡോറും മെയിൻ ഡോറും ഓട്ടോമാറ്റിക് ആട്ടോ. കറക്റ്റ് ആ ടൈം ആകുമ്പോഴേ ഡോറ് തുറക്കുള്ളൂ സ്റ്റേഷൻ എത്തിയതിന് ശേഷം. പിന്നെ വണ്ടി എടുക്കാനാകുമ്പോൾ തന്നെ കറക്റ്റ് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ അത്ര ഉള്ളത് ഞങ്ങളുടെ വന്ദേ ഭാരത് യാത്ര. അപ്പോൾ ഓക്കേടാ, ബായ്.